പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നലെ സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം എൻ്റെ 1-2 വാക്യങ്ങൾ. അതുകൊണ്ട് നിർജ്ജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, യുക്തിശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു തിരുവെഴുത്താണ് എബ്രായ ലേഖന കർത്താവ് എബ്രായ വിശ്വാസികൾക്ക് എഴുതി കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിൻ്റെ വചനം ഞാൻ നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അനവധി ദൈവിക സന്ദേശങ്ങൾ ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എല്ലാ ഭാഗങ്ങളും നമുക്കത് വിവരിക്കുവാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ടും നമ്മൾ ചെറിയ ചില കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നമ്മുടെ ആത്മജീവിതത്തെ ഒന്നുകൂടെ അഭിവൃദ്ധിപ്പെടുത്തണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഈ ദൈവത്തിനം വായിച്ച് നാം ഇന്ന് വീണ്ടും നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കേരളത്തിൽ കഴിഞ്ഞ് ചില ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ തെക്കൻ പ്രദേശത്തൊക്കെ വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളും വെള്ളത്താൽ മുങ്ങിയിരിക്കുന്നു, പല വീടുകളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു, പല കടകൾക്കകത്തും വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നാം മൗനമായി ഇരിക്കാതെ നാം നമ്മുടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ അടുത്ത സംസ്ഥാനമായി തമിഴ്നാട്ടിൽ കഴിഞ്ഞത് ഉണ്ടായ വെള്ളപ്പൊക്കം, മഴ വളരെ നാശം വിതച്ചു. അപ്പം നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് കഴിഞ്ഞ 2018 തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവേറ്റവും ആസന്നമായി എന്ന് തിരിച്ചറിഞ്ഞ് നാം ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ദൈവത്തിന് വചനം വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കണം, ദൈവജനത്തെ തളച്ചിട്ടിരിക്കുന്ന നിത്യശൈശവത്തിൽ നിന്ന് അവർ ആത്മീയ വളർച്ചയിലേക്ക് വരണം എന്നാണ് ദൈവജന ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കലും ആത്മീയമായി വളരുവാൻ കഴിയാത്ത വിധത്തിൽ നിത്യമായ ശൈശവത്തിൽ ഹല്ലേലൂയ ഇന്നും ജനം കുടുങ്ങിക്കിടക്കുക. ആ അനുഭവങ്ങളെ മാറ്റിയെടുത്ത് ആത്മീയമായ വളർച്ചയിലേക്ക് ചുവടുകൾ വെക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്കിലേ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് പുരോഗതി ഉണ്ടാകുന്നുള്ളൂ, വളർച്ച ഉണ്ടാകുന്നുള്ളൂ. ഹല്ലേലൂയ. അതിന് നാം ദൈവവചനം കേൾക്കുക തന്നെ ചെയ്യണം. ദൈവവചനം കേൾക്കുന്നെങ്കിൽ മാത്രമേ ഇവിടെ ആത്മീയമായി നമുക്ക് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട് എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദിപാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാനായി ആവശ്യമായിരിക്കുന്നു. അപ്പം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്നിട്ട് വീണ്ടും പറയും, കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് ഇത് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ എന്നുള്ളതാണ്. ഇവിടെ ഈ ദൈവത്തിനെ വായിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എബ്രായ ക്രിസ്ത്യാനികളുടെ ആത്മീയമായ അധംപതനത്തെക്കുറിച്ച് അവിടെ കാണുന്നത്. അല്ലെങ്കിൽ എബ്രായ വിശ്വാസികളുടെ ആത്മീയമായ അധംപതനത്തെക്കുറിച്ച് ഒരു നല്ല അനുഭവത്തിൽ നാം ഇന്ന് ചിന്തിച്ചാൽ ഇന്നും പലരും ആത്മീയമായ അധംപതനത്തിലൂടെയാണ് ജീവിതയാത്ര ചെയ്തുകൊണ്ടിരുന്നത്. വേദപുസ്തകം കയ്യിലുണ്ടെങ്കിലും അത് യഥാർത്ഥമായി വായിക്കുവാനും പഠിക്കുവാനും ഹല്ലേലൂയ അത് ശരിയെന്ന് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ പലരിലും പലതിലും അടിമപ്പെട്ട് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. എബ്രായ വിശ്വാസികളുടെ ഒന്നാമത്തെ ജീവിതത്തിൽ പറ്റിയ തെറ്റ് എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, ഉപദേശകരമായ പിശക് എബ്രായ വിശ്വാസികൾക്ക് പറ്റിയ തെറ്റ്. ഉപദേശകരമായ പിശക് അവരുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട് അവർക്ക് വലിയ തെറ്റ് പറ്റി. ഇന്നും അത് തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തിൽ നടക്കുന്നത്. സ്തോത്രം. ഉപദേശകരമായ അനവധി പിശകുകൾ തെറ്റുകൾ സഭയ്ക്കകത്ത് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ദൈവവചന വിരുദ്ധമായ ഉപദേശങ്ങളും ഹല്ലേലൂയ സുവിശേഷത്തിൽ നാം കാണുന്ന യേശുക്രിസ്തു നമുക്ക് നൽകി തന്നിരിക്കുന്ന സന്ദേശങ്ങളും പുതിയ നിയമസഭയോട് വരുമ്പോൾ ലേഖനങ്ങൾക്കകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങളിലൂടെ പലരും അവരവരുടേതായ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വിശ്വാസികൾക്ക് വളരുവാൻ കഴിയുന്നില്ല, സമൂഹത്തിൽ ദൈവിക പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയുന്നില്ല. അവെന്നും നിത്യമായി ശൈശവത്തിൽ തളയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വളർച്ചയില്ലാത്തവരായി മാറുന്നു. പ്രേക്ഷകരോട് ഒന്നാമതാണ് ഉപദേശത്തിന് പിശക്. അതേപോലെ ഉപദേശത്തിനകത്ത് പിശകുകൾ സംഭവിച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം പരാജയമാണ്. നാം ദൈവവചനത്തെ യഥാർത്ഥമായി വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും വചനം പരിശുദ്ധാത്മാവിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് യഥാർത്ഥമായ ഉപദേശം പ്രസ്താവിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ സ്നേഹിതരെ, നിങ്ങൾ ഉപദേശ പിശകിനകത്ത് അകപ്പെട്ട് നിങ്ങളുടെ ആത്മജീവിതത്തെ നിങ്ങൾ തകർത്ത് കളയരുത്, രക്തം ചെയ്യും. ഹല്ലേലൂയ. മറ്റൊന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, രണ്ടാമതായി അവിടെ സാർമാർഗികമായ അധപ്പതനം, അതായിരുന്നു അവരുടെ രണ്ടാമത്തെ കുറവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ കൊരിന്ത്യ സഭയിലെ പ്രശ്നം പോലെയുള്ള പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ നിലനിൽക്കുന്നത് കൊണ്ട് അവർക്ക് വളർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല. പ്രേക്ഷകരോട് ഹല്ലേലൂയ. ഒരു വിഷയം പഠിക്കുന്നതിന് പഠിക്കും 3 കാര്യങ്ങളാൽ പ്രയാസം നേരിടാമെന്നാണ് വേദപഠിതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യമാണ് വിഷയത്തിൻ്റെ കാഠിന്യം. രണ്ടാമത് പഠിക്കുന്ന ആളിൻ്റെ അപ്രാപ്തി. മൂന്നാമത് പഠിപ്പിക്കുന്നവരുടെ കഴിവുകേട്. ക്രിസ്ത്യ ജീവിതം വളർന്നുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ അധംപതിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പരാജയങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരുവനെ ആത്മീയമായ വളർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാതെ അവരെല്ലാ കാലഘട്ടത്തിലും ആത്മീയമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ആത്മീയമായി നിങ്ങൾ പരാജയപ്പെട്ടു പോകാതെ ക്രിസ്തു എന്ന തനികുളം വളരണമെങ്കിൽ ഉപദേശ പിശകുകളില്ലാതെ, ഉപദേശത്തിനകത്ത് തെറ്റുകളില്ലാതെ യഥാർത്ഥമായി ദൈവത്തിന് വചനം വായിച്ചല്ലേലൂയ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് അനവധി ദൈവിക സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. അല്ലെങ്കിൽ ആ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ഇപ്പോൾ സമയവുമില്ല. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുന്ന പല പ്രശ്നങ്ങളും ഹല്ലേലൂയ മനസ്സിനെ എത്രത്തോളം നൊമ്പരപ്പെടുത്തുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം. പ്രേക്ഷകരോട് ഹല്ലേലൂയ. നാം കേൾക്കുന്ന പല പ്രശ്നങ്ങളും ഹല്ലേലൂയ നിസ്സാരമായി തോന്നാം. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഇതിനകത്ത് വലിയ പ്രശസ്തി ഒന്നുമില്ലെന്നൊക്കെ തോന്നിയാലും പ്രിയരെ, അത് മനസ്സിനെ വേദനിപ്പിക്കും, മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രേക്ഷകരുള്ള അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാകുള്ളൂ. എല്ലാവർക്കും തിരുവെഴുത്ത് മനസ്സിലാക്കണമെന്നില്ല. തിരുവെഴുത്ത് മനസ്സിലാകണമെങ്കിൽ തിരുവെഴുത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ അതിനെ യഥാർത്ഥമായ രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അതിനെ നാം പഠിപ്പിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് എന്താണ്? നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും വിടാതെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ പ്രിയരെ സ്തോത്രം. ഇവിടെ വചനം വായിക്കുന്നത് ദൈവത്തെങ്കിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അവരുടെ ഏക ദൈവവിശ്വാസമാണ്. അപ്പം പലരും ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പലരുടെയും വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിതരെ, ഒരു ദൈവഭക്തൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ദൈവവിശ്വാസി, ഒരു ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ബൈബിൾ വിശ്വാസിക്ക് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും ദുരുപദേശങ്ങളാണ്. ഹല്ലേലൂയ. അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തി ചെയ്യുന്ന സകല ഉപദേശങ്ങളും അത് ദൈവവചനത്തിൻ്റെ ദൈവവചനത്തിന് ഉൾക്കൊണ്ടതല്ല, ദൈവവചനത്തിന് യോഗ്യമായതുമല്ല. വചനം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോഴാണ് പ്രിയരെ നമുക്ക് ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ കഴിയുള്ളൂ. ഇവിടെ എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസം എന്നത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അവരുടെ ഏക ദൈവവിശ്വാസമാണ്. മറ്റൊന്ന് സ്നാനങ്ങളെക്കുറിച്ചുള്ള ആണ് പറയുന്നത്. യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് വിവിധ തരങ്ങളിലുള്ള കഴുകലുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ സ്നാനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന കഴുകലുകളെ മാത്രം ഉപദേശിച്ച് അല്ലെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. പ്രിയരോട് അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അതുപോലെ മൂന്നാമത്തെ കാര്യമാണ് കൈവെപ്പ് എന്ന് പറയുന്നത്. സ്തോത്രം. അത് യഹൂദന്മാരിൽ നിന്നും വന്നതാണ്. ഹല്ലേലൂയ. യഹൂദന്മാരിലും വന്നത്. പുതിയ നിയമത്തിൽ ഹല്ലേലൂയ കൈവെപ്പിനെ കുറിച്ച് ഒരു പ്രത്യേക ഉപദേശം കാണുന്നില്ല. ഇവിടെ പറയുന്ന കൈവെപ്പ് ഇത് പറയുന്നത് യാഗമൃഗത്തിൻ്റെ ശിരസിന്മേൽ കൈവെക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. ഹല്ലേലൂയ.
അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ നിർജീവ പ്രവൃത്തികളെക്കുറിച്ച് നാം വിട്ടിട്ട് നാം ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസിലോട് അല്ലിയ. അപ്പോഴേക്കും വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലിയ ആമീൻ, നിങ്ങളോട് ദൈവത്തിൻ്റെ വചനമൊക്കെ പറഞ്ഞ് നിങ്ങളെ അനവധിയായിട്ട് വേദനിപ്പിച്ചേക്കാം അല്ലിയ. സ്തോത്രം. വേദനിപ്പിച്ചാലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് രൂപാന്തരം വരണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്തോത്രം അല്ലിയ. ദൈവവചനം പലപ്പോഴും പലരോടും പറയുമ്പോൾ അവർക്ക് വളരെ വേദനയും വളരെ വിമിഷ്ടങ്ങളും വളരെ അമലിയ പ്രതികാര മനോഭാവങ്ങളൊക്കെ വരുന്നത്. സത്യത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വണ്ണം അസത്യത്തിന് വേണ്ടി നമ്മുടെ ചെവി ചായച്ചു കഴിഞ്ഞാൽ അല്ലിയ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യഥാർത്ഥമായി ക്രിസ്തുവിൽ നിങ്ങൾക്ക് പരിജ്ഞാനപൂർത്തിയോടുകൂടി വളരുവാൻ കഴിയില്ല. അപ്പം യഥാർത്ഥമായി വചനം കേൾക്കുമ്പോൾ നിങ്ങളതിനെ ഉൾക്കൊള്ളണം അല്ലിയ. തിരുവെഴുത്ത് വായിക്കുവാൻ ആരുടെയും അല്ലിയ അല്ലെങ്കിൽ അധികാരമൊന്നും നിങ്ങൾക്ക് വേണ്ട. ഈ ലോകത്തിൽ സകല കുഞ്ഞുങ്ങൾക്കും വായിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് വിശുദ്ധ ബൈബിള് അല്ലിയ. അത് വായിക്കുവാൻ അറിയാവുന്ന സകലരും വായിച്ച് അതിനകത്ത് സത്യങ്ങൾ മനസ്സിലാക്കണം. അപ്പം സത്യങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവചനത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. സ്തോത്രം. ഈശ്വരൻ. നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അല്ലിയ സ്തോത്രം, നാം പലപ്പോഴും പല കാര്യങ്ങളും പലപ്പോഴും വിഡ്ഢിത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്. പലപ്പോഴും നമ്മളെ മനുഷ്യൻ മണ്ടനെന്നും വിഡ്ഢിയതൊക്കെ വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വിളിക്കുന്നത്? സ്തോത്രം. നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് വേണ്ടത്ര പോലെ തിരിച്ചറിയാൻ കഴിയാതെ, ക്രിസ്തുവിനെ കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിയാതെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്കും പ്രമാണത്തിലേക്കും കടന്നു വന്ന് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പഴയ മാർഗങ്ങളെ നാം തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടാതെ പോകും. രക്തം ചെയ്യാൻ വല്ലേരി. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയണം വല്ലേരിയ. ആ ദൈവത്തിൻ്റെ വചനം ആമീൻ സ്തോത്രം. ദൈവജനത്തെ തളച്ചിട്ടിരിക്കുന്ന നിത്യമായ ശൈശവത്തിൽ നിന്ന് ആമീൻ നിങ്ങൾ പിന്തിരിയണം. അല്ലെങ്കിൽ നിങ്ങളെ തളച്ചിടാതെ നിങ്ങൾ ആത്മീയ വളർച്ചയിലേക്ക് വരണമെന്നാണ് ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ആത്മീയമായിട്ട് വളരണം. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ വളർച്ച എന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആത്മീയമായി വളരുന്നത് എത്രമാത്രമാണ്. ഒരുപക്ഷെ സമ്പത്ത് കൊണ്ട് ഹല്ലേലൂയ, ഇവിടുത്തെ സ്ഥാനങ്ങൾ കൊണ്ടും മാനങ്ങൾ കൊണ്ടും പേര് കൊണ്ടും പ്രശസ്തി കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് വലിയ വളർച്ചകളുണ്ടായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ വേദപുസ്തകം പറയുന്നത് ഈ ഭൂമിയിലുള്ള ഭൗതികമായ വളർച്ചയേക്കാൾ ഉപരിയായി നിങ്ങൾ ആത്മീയമായി എത്രമാത്രം വളർന്നു, ആത്മീയമായി എത്രമാത്രം നിങ്ങൾക്ക് യേശുവിനോട് അടുക്കുവാൻ കഴിഞ്ഞു, ആത്മീയമായി നിങ്ങൾക്ക് എത്രമാത്രം പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ കഴിഞ്ഞു, ആത്മീയമായി ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞു, ആത്മീയമായി ക്രിസ്തുവിലൂടെ നമുക്ക് നൽകി തന്നിരിക്കുന്ന സുവിശേഷത്തെക്കുറിച്ചും ദൈവവചനങ്ങളെക്കുറിച്ചും നമുക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞു, സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നു, ജീവിത വിശുദ്ധി നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ ലോകത്തുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ ഇവിടെ ആത്മീയ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം ഞാനെപ്പോഴും പറഞ്ഞ വിശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് നമ്മൾ അനുരൂപരാകരുത്. ഈ ലോകത്തോട് നമ്മൾ അനുരൂപരാകുകയും ഇവിടെ മനുഷ്യൻ നൽകിത്തരുന്ന പലവിധമായ ഉപദേശങ്ങൾക്കകത്ത് ഞാൻ നിങ്ങൾ കുടുങ്ങി നമ്മൾ ആത്മീയമായി അല്ലെങ്കിൽ തളയ്ക്കപ്പെടാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയമായി നമ്മൾ വളരണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന സ്നേഹിതരെ സ്തോത്രം. നിങ്ങളുടെ കണ്ണുനീര് ആരും ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീര് ആരും ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളുടെ ദുഃഖം ആരും ശ്രദ്ധിക്കുന്നുമില്ല. കണ്ണുനീരും ആരും ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളുടെ ദുഃഖങ്ങളും ആരും ശ്രദ്ധിക്കുന്നില്ല. ഹല്ലേലൂയ. ആരും നിങ്ങൾ ചെയ്ത നന്മകളും പരിഗണിച്ചെന്ന് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ ഒരു തെറ്റ് അവർ ഉയർത്തിപ്പിടിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നാൽ മതി, അതിനെ അവർ ശ്രദ്ധിക്കുകയും ചെയ്യും, അതിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. അതാണ് ലോകം എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെയുള്ള ലോകത്തിലാണ് പ്രിയരെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആത്മീയമായി നിങ്ങൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവജനത്തെ കേവലം ഹല്ലേലൂയ ഒരു ദൈവവിശ്വാസിയെ കേവലം സ്തോത്രം സഭയുടെ അംഗങ്ങളായിട്ട് കാണുന്നതിനേക്കാൾ ഉപരിയായി, ഉപഭോഗ വിശ്വാസികളായി അവരെ കാണുന്നതിനേക്കാൾ ഉപരിയായി
അങ്ങനെ തളച്ചിടാതെ അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്ത് ദൈവിക ദർശനത്തിൽ വളർത്തിയെടുത്ത് ആമീൻ ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ അവർക്ക് നൽകിക്കൊടുത്ത് അവരെ ശിഷ്യത്വത്തിലേക്ക് വളർത്തിയെടുക്കണം. പ്രൈസലോടല്ലേ. അപ്പം ദൈവവചനം എന്താണ്? ശിഷ്യത്വത്തിലേക്ക് വളർത്തിയെടുക്കണം. ഇന്നെന്താണ്? ദൈവവചനത്തെ വെറും സഭാംഗങ്ങൾ അല്ലെ സഭയുടെ മെമ്പർമാർ എന്ന് മാത്രമാണ്. ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഇത്രായിരം ആളുകളുണ്ട്, ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഇത്രമാത്രം കുടുംബങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സഭാവിശ്വാസികളെ അല്ലേറിയ ഉപഭോഗ വിശ്വാസികളായി തളച്ചിട്ടിരിക്കുക. അല്ലേറിയ അപ്പം സഭാവിശ്വാസികളെ ഉപഭോഗ വിശ്വാസികളായി തളച്ചിടുന്നതിനേക്കാൾ ഉപരിയായി രക്തം ചെയ്യാം. അല്ലേറിയ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഒരു വിശ്വാസിയെ എത്രമാത്രം സഭയ്ക്കകത്ത് വളർത്തിയെടുക്കാം. അല്ലേറിയ എത്രമാത്രം ദർശനങ്ങളിലേക്ക് അവരെ നയിക്കുവാൻ കഴിയും. ആ വെളിപ്പാടിൻ്റെ ശുശ്രൂഷകൾ അവരുടെ ഉള്ളങ്ങളിൽ എത്രമാത്രം പറഞ്ഞു കൊടുത്ത് ക്രിസ്തുവിനെ പോലെ അല്ലേറിയ നമുക്ക് അവരെ ക്രിസ്തുവെന്ന തലയോളം വളർത്തണം. അതാണ് ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ എന്താണ്? ആത്മീയമായി വളർത്തിയെടുത്ത് ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരണം. അല്ലേറിയ അപ്പം ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ആ മനുഷ്യന് പ്രാപ്തരായി മാറുന്നത്, പക്വതയുള്ളവരായി മാറുന്നത്, പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ദൈവസഭകൾക്കകത്ത് നിന്ന് ഇല്ലാത്ത കാര്യങ്ങളാണ്. അല്ലേലൂയ. ദൈവസഭ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗത്തിന് ബൈബിൾ വിശ്വസിക്കുന്ന സകല സമൂഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും ബൈബിൾ പഠിപ്പിക്കുന്നവർ അല്ലേലൂയ തങ്ങളുടെ കീഴിലുള്ള വിശ്വാസികളെ പ്രാപ്തരാക്കിയെടുക്കണം, പക്വതയുള്ളവരാക്കി മാറ്റണം, പരിജ്ഞാനപൂർത്തിയുള്ളവരാക്കി മാറ്റണം. അവരെ ശിഷ്യത്വത്തിലേക്ക് വേണം നടത്തുവാൻ. അല്ലെങ്കിൽ കേവലം നമ്മുടെ സഭയുടെ മെമ്പർമാരായിട്ട് മാത്രം അവരെ അടിമപ്പെടുത്തരുത്, അതിനകത്ത് ഒതുക്കിക്കളയരുതെന്നാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ദൈവം നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന മഹാനിയോഗത്തെക്കുറിച്ച് വരും തലമുറയ്ക്ക് നാം പഠിപ്പിക്കുക തന്നെ ചെയ്യണം. അല്ലേറിയ അപ്പം അങ്ങനെയാണ് ദൈവത്തിന് വചനം പറഞ്ഞത്. ഇവിടെ ദൈവത്തിന് വചനം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം എന്ന് പറയുന്നത്. സ്തോത്രം. അല്ലേറിയ അവിടെ വായിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അല്ലേറിയ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന വർഷം നാം അത് ചെയ്യും എന്ന് പറഞ്ഞാൽ അല്ലേറിയ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം എന്ന് പറയുന്ന സന്ദർഭത്തിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയാൽ പഴയ നിയമ സത്യങ്ങൾ ആണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം മുതലായ പുതിയ നിയമ സത്യങ്ങൾ ആഴമായി പഠിക്കുന്നത് മൂലമാണ് അല്ലേലൂയ സ്തോത്രം ഒരുവന് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നാണ് ദൈവവചനം രേഖപ്പെടുത്തുന്നത്. അപ്പം ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്വം ക്രിസ്തുവിനുള്ള ദൈവത്വം അല്ലേലൂയ അതിനെക്കുറിച്ച് ആഴമായി പഠിക്കുമ്പോഴാണ് ദൈവസഭയ്ക്ക് ദൈവം എഴുതി തന്നിരിക്കുന്ന ഉപദേശങ്ങളെക്കുറിച്ച് നാം ആഴമായി പഠിക്കുമ്പോഴാണ് ലേഖനങ്ങൾക്കകത്ത് എഴുതി തന്നിരിക്കുന്ന ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഞാൻ നിങ്ങളും എത്രമാത്രം വളർച്ച പ്രാപിക്കുന്നു എന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോഴാണ് പ്രിയരെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ കഴിയുള്ളൂ. അല്ലേലൂയ സ്തോത്രം. നമ്മൾ പഴയ ഒരുപാട് കാര്യങ്ങൾ ഇന്നും പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഈ പഴയ കാര്യങ്ങളെക്കാൾ ഉപരിയായി പുതിയ നിയമ വചനത്തിൻ്റെ പുതിയ നിയമ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എല്ലാ വിശ്വാസികളും സകല വിശ്വാസികളും എന്ത് ചെയ്തു? ആത്മീയ ശൈശവത്തിൽ സ്തോത്രം അല്ലെങ്കിൽ ആത്മീയ നിത്യശൈശവത്തിൽ അല്ലെങ്കിൽ തളയ്ക്കപ്പെടും. ആത്മീയമായ വളർച്ച അവർക്കുണ്ടാകത്തില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് ദൈവത്തിന് വരണമെന്ന് നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. അല്ലെങ്കിൽ സ്തോത്രം നാം ദൈവസേനയ്ക്ക് മടങ്ങി വരട്ടെ. നമുക്കിവിടെ ജീവനോട് കൂടെ ഇരിക്കുന്ന സമയം, ഇവിടെ നമുക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന സമയങ്ങളെ നമുക്ക് ദൈവവചനത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യാൻ വലിയൊരു സ്തോത്രം. പ്രേക്ഷകരോടനുരിയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവവചനമായിട്ട് നിങ്ങൾക്ക് വലിയൊരു ബന്ധമുണ്ടായിരിക്കണം. ദൈവവചനമായിട്ടൊരു വലിയ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തിൽ വളരാൻ കഴിയുള്ളൂ. പ്രിയരെ, നാം കടന്നു പോകുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലെന്നോർത്തോണം. ഓരോ ദിവസവും നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ ഓരോ ദിവസവും നാം പ്രായം നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ലോക ജീവിതം ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരണത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ നടുവിൽ എന്നെ കേൾക്കുന്നവരെ സ്നേഹിതരെ, ദൈവത്തിൻ്റെ വചനം എത്രമാത്രം നിങ്ങൾ പഠിച്ച് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പം ദൈവസന്നിധിക്ക് നാം മടങ്ങി വരണമെന്നാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്, നാം ഈ ആത്മീയ ഹല്ലേലൂയ ഒരു മനുഷ്യനെ ഹല്ലേലൂയ നിത്യശൈശവത്തിൽ തളച്ചിടാതെ ഹല്ലേലൂയ സ്തോത്രം ആത്മീയ വളർച്ചയിലേക്കുള്ള ചുവടുകൾ കൊടുത്ത് ഹല്ലേലൂയ അവനെ വളർത്തിയെടുത്ത് ദർശനം പകർന്നു കൊടുത്ത് അവൻ വെളിപ്പാടുകൾ അവൻ പകർന്നു കൊടുത്ത് ക്രിസ്തുവേശു നമുക്ക് തന്നിരിക്കുന്ന മഹാനിയോഗം അവൻ്റെ ഉള്ളിൽ കൊടുത്ത് അവനെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. അങ്ങനെ കൊണ്ടുവരുന്ന വ്യക്തിക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാനിയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുള്ളൂ. എന്താണ് മത്തായി സുവിശേഷം? ഹല്ലേലൂയ 28 അധ്യായം 18, 19, 20 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും അടുത്തത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ സകല ജാതികളെ ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരാക്കിക്കൊള്ളണമെന്ന്. അപ്പം ദൈവം കർത്താവായ യേശുക്രിസ്തു നമ്മോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിയെടുക്കണം. അവരെ പക്വതയിലേക്ക് കൊണ്ടുവരണം. അവരെ പ്രാപ്തരാക്കി മാറ്റണം. അവർക്ക് ദൈവിക പരിജ്ഞാനത്തിൻ്റെ പൂർത്തിയിലേക്ക് അവരെ കൊണ്ടുവരണം. അതാണ് ദൈവിക ഉപദേശം, ദൈവിക ശുശ്രൂഷയുടെ പ്രാധാന്യം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നൊരു കൂട്ടമുണ്ടല്ലേ. ഇങ്ങനെയൊക്കെ യഥാർത്ഥമായി ദൈവത്തെ പഠിപ്പിക്കുന്ന നല്ലൊരു കൂട്ടം സമൂഹം നമ്മുടെ ഇവിടെയുണ്ട്, ഈ ഭൂമിയിലുണ്ട്. എന്നാൽ നല്ലൊരു സമൂഹവും വിശ്വാസികളെ വെറും ജനത്തെ വെറും ദൈവസഭയുടെ അംഗങ്ങളായി മാത്രം പരിഗണിക്കുന്നവരാണ്. അല്ലേ? പലരും ചോദിച്ചാൽ പറയും അല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയ്ക്കകത്ത് മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറയും. അല്ലേ ഞങ്ങളുടെ സഭയ്ക്കകത്ത് മെമ്പർഷിപ്പുണ്ട്, ഞങ്ങൾക്ക് മെമ്പർഷിപ്പുണ്ട്. അല്ലേ പലരും എന്തൊക്കെയോ അതാണ്ട് വലിയ ദ്രവ്യം നിധി പോലെ കണക്കുകൂട്ടിരിക്കുന്നത്. സഭയ്ക്കകത്തെ മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതെന്തോ വലിയ നിധിയാണെന്നാണ്. സഭയ്ക്കകത്ത് മെമ്പർഷിപ്പുണ്ട്, പക്ഷേ ആ വ്യക്തിക്ക് പരിജ്ഞാനപൂർത്തിയില്ലെന്നുള്ളതാണ്. അല്ലേ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനമില്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടില്ല, ആത്മീയ പക്വതയില്ല, ആത്മീയമായി പ്രാപ്തരായി മാറിയിട്ടില്ല. മഹാനിയോഗം ഏറ്റെടുത്ത് കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വന്നിട്ടില്ല. അവർ പറഞ്ഞേക്കും മെമ്പർഷിപ്പ് ഉണ്ടെന്ന്. അല്ലേ ഞാൻ പല കുടുംബത്തിൽ ചെന്ന് പലരോട് സംസാരിച്ചവർ പറഞ്ഞു ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അല്ലേ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞവരൊന്നും ഇന്ന് സഭയ്ക്കകത്തില്ല. മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് സഭയ്ക്ക് പുറത്താണ്. അല്ലേ സഭയുടെ മെമ്പർഷിപ്പൊക്കെ കൊള്ളാം, പക്ഷേ നിനക്ക് ദൈവരാജ്യത്തിൽ അംഗത്വം ഉണ്ടോ എന്നുള്ളതാണ്. അല്ലേ സഭയുടെ മെമ്പർഷിപ്പും സഭയുടെ ലേവലും സഭയുടെ പേരും സഭയ്ക്കകത്തെ അംഗത്വം ഒക്കെ അത് ഈ ഭൂമിയിലുള്ളത്. ദൈവരാജ്യത്തിൻ്റെ പേരുണ്ടോ എന്ന് നീ മനസ്സിലാക്കണം. ദൈവരാജ്യത്തിൻ്റെ പേരില്ലാതെ ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരില്ലാതെ ഇവിടെ സഭയ്ക്കകത്ത് ഈ എത്ര അംഗത്വമുണ്ടെന്ന് പറഞ്ഞാലും സഭയ്ക്കകത്ത് എത്ര മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം ഇവിടെ കൊണ്ട് തീരുന്നതാണ്. അല്ലേ അപ്പം ക്രിസ്തുവിനെ കുറിച്ച് പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം ഈശ്വരോട്. അല്ലേ അപ്പം കർത്താവിൻ്റെ മഹാനിയോഗം ഏറ്റെടുക്കണം. അല്ലേ കർത്താവിൻ്റെ മഹാനിയോഗം ഏറ്റെടുത്ത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാന്തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് അല്ലേ അതേപോലെ അതാണ് ഒരു മനുഷ്യനെ ആത്മീയ വളർച്ചയിലേക്ക് കൊണ്ടുവരണം. ആത്മീയ വളർച്ചയും ദൈവവചനം പഠിപ്പിക്കണവരെ ദൈവവചനം പഠിപ്പിക്കണം. ദൈവവചനത്തിനകത്ത് കറ കൂടാതെ, ദൈവവചനത്തിനകത്ത് മലിനത കൂടാതെ, ദൈവവചനത്തിനകത്ത് ഉപദേശ പിശകില്ലാതെ, അതിനകത്ത് നമ്മുടെ ചിന്താഗതിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാതെ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായി പഠിപ്പിക്കണം. ഈശ്വരോ ഇന്നൊക്കെ നമ്മുടെ ശുശ്രൂഷയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ശുശ്രൂഷയ്ക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ പകുതിയിലേറെ സമയങ്ങളും മനുഷ്യനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കുടുകൂടെ ചിരിപ്പിക്കുന്ന അനുഭവങ്ങളാണ് പറയുന്നത്. കുറച്ച് വിദേശ കാര്യങ്ങളൊക്കെ പറയും, കുറച്ച് വിദേശ യാത്രകളും, കുറച്ച് അവിടെ പോയതും ഇവിടെ പോയതും, അവിടെ ഹോട്ടലിൽ കയറിയതും ഇവിടെ കയറിയതൊക്കെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ കുറച്ച് മനുഷ്യൻ ചിരിപ്പിക്കും. അങ്ങനെ കൊടുത്ത സമയം 1.5 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂറും അങ്ങനെ കഴിയും. പിന്നെ ഒരു 1/2 മണിക്കൂർ താഴെ അതിനകത്ത് പിന്നെ വിശ്വാസങ്ങളൊന്നും ഒരുക്കിയെടുത്ത് വരുമ്പോഴത്തേനും പിന്നെ പറയും സമയം പോയെന്ന് പറയും, സമയമില്ലെന്ന് പറയും. അപ്പോൾ ഇന്നത്തെ ശുശ്രൂഷയിൽ അങ്ങനായി മാറി. അല്ലേ പിന്നെ ചില ശുശ്രൂഷകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഞങ്ങളുടെ ഇന്നത്തെ ഭയങ്കര ശുശ്രൂഷയാണ്, ഞങ്ങളുടെ ഇന്നത്തെ ധ്യാനം ഭയങ്കരമായിരുന്നു, ഞങ്ങളുടെ മീറ്റിംഗ് ഭയങ്കരമായിരുന്നു പറയും. ഞങ്ങൾ എല്ലാവരും കുടുകൂടെ ചിരിക്കുമായിരുന്നു പറയും.
അത് ഇന്നത്തെ ശുശ്രൂഷനും വെറും ചിരിയായി മാറി. ഇന്നത്തെ ശുശ്രൂഷകളിൽ ചിരിയും കളിയും തമാശയുമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അടക്കമുള്ള ഭക്തന്മാർ ദൈവവചനത്തിൻ്റെ ആധികാരികതയാണ് വെളിപ്പെടുത്തി പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം പഴയ നിയമസഭയെ, ആദിമസഭയെ ഉപദേശത്തെ നിലനിർത്തി ഇന്നത്തെ സഭയെ കളിയും ചിരിയും തമാശയുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പണ്ട് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, റാന്നിയിലുള്ളതാണ്, ഒരു സഹോദരനോട് പറഞ്ഞു, നിങ്ങളുടെ മീറ്റിങ്ങിനകത്ത് വന്നു കഴിഞ്ഞാൽ ചിരിച്ച് വയറ് വേദനിക്കുമെന്ന്. നിങ്ങളുടെ മീറ്റിങ്ങിനകത്ത് ചിരിച്ച് വയറ് വേദനിക്കുമെന്ന്. എന്നിട്ട് അദ്ദേഹം പല സെക്ഷൻ്റെ കാര്യം പറഞ്ഞു. പല ആൾക്കാരുടെ, പല മതങ്ങളുടെ ബൈബിൾ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരുപാട് മതങ്ങളുടെ അവരാണല്ലോ ചിരിച്ച് ഈ വയറുവേദന പിടിക്കുന്നവർ. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാനതെല്ലാം കേട്ടു. ഞാൻ മറുപടി ഒന്നും പറയാൻ പോയില്ല. കാരണം എനിക്ക് മനസ്സിലാകാത്ത കുറച്ച് യാഥാർത്ഥ്യങ്ങളൊന്നും മനസ്സിലായി. അദ്ദേഹം വലിയ ആത്മീയ അറിവൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് മനസ്സിലായിരുന്നു. ഞാൻ തർക്കിക്കാൻ പോയില്ല. തർക്കിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാകത്തില്ല. കാരണം സത്യം പറയുമ്പോൾ നമ്മൾ അതിനെ അംഗീകരിക്കണ്ടേ. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ കാലഘട്ടം മാറണം. നമ്മുടെ ജീവിത സാഹചര്യം, നമ്മുടെ ശുശ്രൂഷയുടെ സാഹചര്യങ്ങൾ മാറണം. നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരുവിനെ ശിഷ്യത്വത്തിലേക്ക് നടത്തുന്നതായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം യേശുക്രിസ്തുവിൻ്റെ മഹാനിയോഗത്തെക്കുറിച്ച് അവനെ പഠിപ്പിച്ച് കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ഉപദേശിച്ച സകല ജാതിയിലും ശിഷ്യരാക്കി കൂടി ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നിട്ടാണ് പൗലോസൊക്കെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ നാട് നീളെ നടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്തോത്രം. അതിന് ദൈവം നമ്മൾ പരിശുദ്ധാത്മാവിനെ പകർന്നിട്ടുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിൽ യഹൂദി എല്ലായിട്ടും ശബരിയും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെ സാക്ഷിയാക്കിയും. അതെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, ആത്മാവിൻ്റെ ശുശ്രൂഷ നമ്മൾ വെളിപ്പെട്ട് കഴിയുമ്പോൾ നാം ഇന്നും ആ നിത്യശൈശവത്തിൽ തളയ്ക്കപ്പെട്ട് കിടക്കാതെ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിൽ നാം വളർച്ച പ്രാപിക്കണം. എന്നിട്ട് സുവിശേഷം നാം പങ്കുവെക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് വലിയ സ്തോത്രം. സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സുവിശേഷമായിട്ട് ജനത്തെ പറഞ്ഞയക്കണമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ടൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയൊക്കെ നമ്മെ പഠിപ്പിക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ട് ദൈവത്തിനെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാമത്തെ വാക്യം. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ യേശു പറയുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുവിൻ ഹല്ലേലൂയ എന്ന് പറയുക. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ അത് തന്നെയായിരുന്നു. വളർത്തിയെടുക്കുക. ഒരുവനെ ആത്മീയമായി വളർത്തിയെടുക്കുക, ശിഷ്യത്വത്തിലേക്ക് വളർത്തിയെടുക്കുക, പരിജ്ഞാനത്തിലേക്ക് വളർത്തിയെടുക്കുക, പക്വതയും പ്രാപ്തിയുള്ളവനാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതേപോലെ ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം വീണ്ടും നമുക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 15-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണും, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുവിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു എന്ന് ബോധ്യം, നാം പോയി ഫലം കായ്ക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിതരെ, നാം ഒന്നിച്ച് ദൈവത്തിന് വാചകമായി ചെല്ലുകയും നാം പ്രാർത്ഥനയിലേക്ക് പ്രാർത്ഥിക്കാൻ കടന്നുപോയി വരികയാണ്. എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് കടന്നുപോകാൻ സമയമില്ല. അതുകൊണ്ട് ഇപ്പം എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ആത്മീയമായി തളയ്ക്കപ്പെട്ടു പോകരുത്. നിങ്ങൾ ഇന്ന് നിത്യശൈശവത്തിൽ കിടക്കരുത്. നിങ്ങൾ ആത്മീയമായി വളർച്ചയിലേക്ക് വരണം. ആത്മീയ വളർച്ചയുടെ ചൂടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചൂടുകൾ നിങ്ങൾ വെക്കണം. നിങ്ങൾ പക്വതയുള്ളവരായി മാറണം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാപ്തരായി മാറണം, ദർശനമുള്ളവരായി മാറണം, വെളിപ്പാടുള്ളവരായി മാറണം. എന്നിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലും വിശ്വാസവും സ്നാനങ്ങളെക്കുറിച്ച് ഉപദേശവും കൈവെപ്പും അരിച്ചവരെ പുനരുത്ഥാനവും നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക.
ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ വീണ്ടും പൗലോസ് പറയുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗ്ഗദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകപാതം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇതുപോലെ പ്രിയരെ, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമുക്ക് ദൈവവചനത്തിലേക്ക് വരാൻ കഴിയട്ടെ. ഹല്ലേലൂയ. കുറേ സമൂഹത്തിൽ ശക്തമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ വളരെ ഉപദ്രവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹം വല്ലാത്തൊരു അനുഭവത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിനകത്ത് വല്ലാത്ത അസ്വസ്ഥത നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ നിങ്ങൾ ആത്മീയമായി പരാജയപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ വരവേണ്ടി ഒരുങ്ങണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഇന്നത്തെ ന്യൂ ജനറേഷൻ, ഹല്ലേലൂയ, സഭകളും ന്യൂ ജനറേഷനും ഒക്കെ ഹല്ലേലൂയ വിശ്വാസികളൊക്കെ എന്ത് ചെയ്യുന്നു? ജീവിത വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കലുകളില്ലാതെ, നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കലുകളില്ലാതെ, വേർപാടിനെക്കുറിച്ച് പറയാതെ ഹല്ലേലൂയ അവർ ഈ ലോകകരമായ കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യഥാർത്ഥമായ ഉപദേശമില്ലെന്ന് ഇത് പകലിനെ കേൾക്കുന്നവരെ സ്നേഹിക്കുന്നേ, എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്ക് ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. ദൈവം നമുക്ക് യഥാർത്ഥമായി പഠിച്ച് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ കഴിയണം. നല്ലൊരു യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. നല്ലൊരു അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനങ്ങളിട്ട് കർത്താവ് വരാൻ സമയമായി. യേശുക്രിസ്തു മധ്യാകാശത്തെ കാഹളം തിരിക്കാൻ സമയമായി. തൻ്റെ സഭയെ ചേർക്കാൻ സമയമായി. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങൾ തള്ളപ്പെട്ടു പോകരുത്, കൈവിടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠകരമായ രീതി, ഏറ്റവും മുൻനിരക്കാരനായിരിക്കാം, മുൻനിരയിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങൾ നിത്യത നഷ്ടമാക്കി കളയരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം നിങ്ങൾ നിത്യ നരകത്തിലേക്ക് പോകാതെ ക്രിസ്തുവിനെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് നിങ്ങൾ ആത്മീയമായി വളർച്ച പ്രാപിച്ച് നിങ്ങൾ പ്രാപ്തരും പക്വതയുള്ളവരുമായി കർത്താവിന്റെ മഹാനിയോഗം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ശിഷ്യത്വത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. പഴയതിനെ മാറ്റിവെക്കണം. പഴയതിനെ മാറ്റിവെച്ചിട്ട്, പഴയ പലതിനെ നിങ്ങൾ മാറ്റിവെച്ചിട്ട് പുതിയതിനെ നിങ്ങൾ സ്വീകരിക്കണം. പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങൾക്കകത്ത് നിങ്ങളെ തന്നെ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ഒരു വാക്ക് ഞാൻ വീണ്ടും ഒരിക്കലും ആവർത്തിക്കട്ടെ. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. ദൈവവചനത്തെ പഠിക്കണം. ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കൂടുതലായി പഠിക്കണം. ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം, ക്രിസ്തുവിനുള്ള ദൈവത്വത്തെക്കുറിച്ച് നിങ്ങൾ ആഴമായി ബോധ്യമുള്ളവരായി മാറും. കേവലം നിങ്ങളൊരു സഭയുടെ അംഗമെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ഹല്ലേലൂയ നിങ്ങളൊരു ഉപഭോഗ വിശ്വാസിയായി നിങ്ങളെ സഭ തളച്ചിടാതെ നിങ്ങൾ ആത്മീയ പക്വതയ്ക്ക് വളരുക തന്നെ ചെയ്യണം. അതുപോലെ സഭ തങ്ങളുടെ കീഴിലുള്ള ദൈവജനത്തെ വളർത്തിയെടുക്കുവാൻ അവരെ ആത്മീയമായി ദൈവവചനത്തിൽ നിലനിർത്തുക കൂടെ ചെയ്യണം. അങ്ങനെയുള്ള വിശ്വാസി ഒരിക്കലും ദൈവവചനം വിട്ട് പുറത്തു പോകത്തില്ല. ദൈവത്തിനെ ക്രൂശിക്കുന്നവനും അവൻ രോഗവാദം വരുന്നവനുമായി മാറാതെ ക്രിസ്തുയേശുവിൽ ഭയഭക്തിയോടുകൂടി ജീവിക്കും. എല്ലാ കണ്ണുകളും അടച്ചാൽ നമുക്ക് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് ഇന്നുവരെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നും നിങ്ങൾ അല്ലെങ്കിൽ സ്വതം നിത്യമായി ശൈശവത്തിൽ നിങ്ങൾ തളച്ചിട്ടിരിക്കും അനുഭവമാണോ? ആ അനുഭവമായി ആത്മീയ വളർച്ചയിലേക്ക് നിങ്ങൾ ചുവടുകൾ വെക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അതിന് നിങ്ങളുടെ ജീവിതത്തിൽ വചന പഠനം ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ അല്ലെങ്കിൽ ദർശനമുള്ളവരായി, നിങ്ങൾ പക്വതയുള്ളവരായി, പ്രാപ്തരായി, ഹല്ലേലൂയ, നിങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു നൽകുന്ന മഹാനിയോഗം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഓർമ്മിക്കുന്നത്. അതേ കർത്താവ് ഇന്ന് പകൽ സകല ജനത്തെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിലുള്ള കർത്താവ് 800 കോടി ജനവും ദൈവസനി പക്വതയുള്ളവരും പ്രാപ്തരും മഹാനിയോഗത്തിൻ്റെ ശിഷ്യത്വത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോക രാജ്യങ്ങളിൽ 800 കോടി ജനതലമുറകൾ എണ്ണത്തിൽ പെടാത്തവരോട് ഇന്ത്യയിലെ 138 കോടിയിലധികം ജനതലമുറകൾ ഞാൻ ഓർക്കുന്നു. കേരളത്തിലെ 3.5 കോടി ജനത്തിനാണ് എണ്ണത്തിൽ പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, കർത്താവ് ഞങ്ങളുടെ തലമുറകൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നിത്യ ശൈശവത്തിൽ അടിമപ്പെട്ട് കിടക്കാതെ, തളയ്ക്കപ്പെട്ട് കിടക്കാതെ ആത്മീയ വളർച്ചയിലേക്ക് അവർ മടങ്ങി വരുവാൻ, ആത്മീയ വളർച്ചയിലേക്ക് വന്ന് വെളിപ്പാടുകളും ദർശനങ്ങളും പ്രാപിക്കുവാൻ ഈ ജനത്തെ ഒരുക്കനായി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനകത്ത് സഭയ്ക്കകത്തും കെട്ടപ്പെട്ട് കിടക്കുന്ന
അനുഭവത്തിൽ, ദുരുപദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് ഈ ജനം പുറത്തു വരേണ്ടതിനായി ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ ജനത്തിൽ വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ, ദർശനങ്ങൾ പ്രാപിക്കട്ടെ. ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് കർത്താവിന്റെ വരവിന് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് വിപരീതമായി വ്യാപരിക്കുന്ന സകല പൈശാചിക ശക്തികളെയും സകല ദുരുപദേശങ്ങളെയും സകല ദുരുപദേശകന്മാരെയും യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന അവർക്കൊരു മനസാന്തരം കൊടുത്തവർ മടങ്ങി വന്ന് യഥാർത്ഥ സത്യത്തിൽ ചെവി കൊടുക്കുന്നവരായി മാറുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കാലം കർത്താവ് അല്ലെങ്കിൽ വല്ലാത്തൊരു അനുഭവത്തിലേക്ക് പോകുന്നു. ലോകരാജ്യങ്ങൾക്ക് എന്നും പ്രതിസന്ധികളാണ്, യുദ്ധങ്ങൾ, യുദ്ധസുഹൃത്തുക്കൾ, സമാധാനമില്ലാത്ത അനുഭവങ്ങൾ. ആ സ്ഥിതിക്ക് ഒരു മാറ്റം വരുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ കർത്താവിന്റെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിലെ 4 ജില്ലകളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിരന്തരമായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ കർത്താവ് കേരളത്തിന്റെ 4 ജില്ലകളും വളരെ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നു. വളരെ നാശം വിതച്ചു കർത്താവ് വളരെ പ്രതിസന്ധി നേരിടുന്നു. പല സ്ഥലങ്ങളും വെള്ളം കയറി വീടുകളെല്ലാം വെള്ളത്തിൽ കഴിയുന്ന കർത്താവ് പല കൃഷികളും നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആടുമാട് കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലയിടത്തും ജീവഹാനി സംഭവിക്കും, പലരും മലയിടിച്ചിലും ഉൾപ്പെട്ടകളും സംഭവിക്കുന്നു. നദികളും പുഴകളും ആറുകളും കായലുകളും അരുവികളും തോടുകളും എല്ലാം കർത്താവ് നിറഞ്ഞ് കവിയുന്നു. ഡാമുകളെല്ലാം തുറന്നുവാനുള്ള എല്ലാ സന്നാഹങ്ങളും ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവ് കേരളത്തെ ദൈവം സൂക്ഷിക്കണമേ. അപകടങ്ങളില്ലാതെ അനർത്ഥങ്ങൾ ജീവഹാനിയില്ലാതെ ജനത്തെ ദൈവം സൂക്ഷിക്കണനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കേരളം അനുഭവിക്കുന്ന ഈ ദുരന്തം, ഈ പ്രളയത്തിൽ നിന്ന് 2018 തൊട്ട് അനുഭവിക്കുന്ന ഈ വലിയ പ്രളയത്തിനാണ് കേരളത്തെ വിടുവിക്കണമേ. ജനം ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ, പരിജ്ഞാനപൂർത്തി പ്രാപിക്കുന്നവരായി മാറുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ അകപ്പെട്ട് ദൈവത്തിന്റെ കർത്താവ് കോപത്തിൽ ജനം പിന്തിരിഞ്ഞ് ദൈവത്തെ അനുസരിക്കുന്നവരായി, യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരായി ജനം മടങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾക്കകത്ത് അകപ്പെട്ട്, ഈ ലോകത്തെ മലിനതകൾക്ക് അകപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകലരെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. സകല ഭരണാധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സകല രാഷ്ട്രീയക്കാർക്കും വേണ്ടി, സകല മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടന രംഗത്തിൽ സകലരെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും മാനത്താന്തം കൊടുക്കണമേ. തെക്കൻ പ്രദേശത്തെ ഓർത്ത് തിരുവനന്തപുരം, കൊല്ലം, കർത്താവ് 22 ജില്ലകൾ, ആലപ്പുഴ ജില്ലകൾക്കായി കർത്താവ് കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ല ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ മഴ ദോഷം വിതയ്ക്കുവാണ്ടേയാകരുത്. കർത്താവ് ഈ അപകടങ്ങൾ വിടിവിക്കണമേ, മഴയ്ക്ക് ശാന്തത കൊടുക്കണമേ. അടുത്ത സംസ്ഥാനം തമിഴ്നാടൊക്കെയും വളരെ വലിയ ദുരിതത്തിൽ കടന്നു പോകുന്നു. കർത്താവ് ഇതിനെല്ലാം ഒരു വിടുതൽ കൊടുക്കണം. ജനത്തെ സൂക്ഷിക്കണമേ. ദുരിതാശ്വാസ ക്യാമ്പുകളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. അവർക്ക് അതിന് ആവശ്യത്തിന് വേണ്ടുന്ന എല്ലാ നന്മകളും പലരുക. അവിടെ കർത്താവ് എല്ലാ ആവശ്യങ്ങളും നൽകുക. അവർക്ക് മെഡിസിൻ, ഡോക്ടറും കർത്താവിற்கு വേണ്ടുന്ന എല്ലാം സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വിവിധ ആളുകൾ ക്യാമ്പുകൾക്കകത്തുണ്ട്. വളരെ സമാധാനത്തോടെ, വളരെ കർത്താവ് സ്നേഹത്തോടെ ആയിരിക്കാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് തമ്മിൽ അടിക്കാവുന്ന ക്യാമ്പുകൾക്കകത്ത് കർത്താവ് സ്നേഹത്താൽ ഒന്നിച്ചു പോകേണ്ടേക്കണ്ടായി പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ എത്തുന്ന കർത്താവ് കണക്കത്ത് ചാരിറ്റികൾ വർക്ക് ചെയ്യുന്നവർക്കായി, ദുരിതാശ്വാസ ക്യാമ്പുകൾ വിവിധ പ്രവർത്തനമായി കടന്നിരുന്നവർക്കായി അവർക്ക് സഹായമായി കടന്നു നിന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ. അവിടെ കരങ്ങളെയൊക്കെ ദൈവം ബലപ്പെടുത്തുകൊണ്ടേയാകണമേ പ്രാർത്ഥിക്കുന്നു. വീട് നഷ്ടപ്പെട്ടവരുണ്ട്, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്, ഭാവിയിലൂടെ നഷ്ടപ്പെട്ടവരുണ്ട്. വളരെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ ജനത്തെ ദൈവം ആശ്വസിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നുണ്ട്. പാപങ്ങളെ ക്ഷമിക്കണമേ, അവിടെ കുറവുകളെ ക്ഷമിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള ചിന്തകൾ വിട്ടിട്ടല്ല ദൈവതരത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, പരിജ്ഞാനപൂർത്തിയിലേക്ക് വരുവാൻ ഈ ജനത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ ജനത്തിന്റെ പാപങ്ങൾ ക്ഷമിക്കണം. ജനത്തിന്റെ കുറവുകളെ ക്ഷമിക്കണമേ. ഈ ജനത്തെ അകൃത്യങ്ങളെ ക്ഷമിക്കണമേ. ഒരു മാനസാന്തര അനുഭവം ഞങ്ങളുടെ കേരളത്തിലെ 14 ജില്ലകളും വെളിപ്പെടുവാൻ മൂന്നരക്കൂടിലെ ജനം തലമുറകൾ ഒരിക്കലും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ 21 സംസ്ഥാന 7 കേന്ദ്ര പ്രദേശങ്ങളിലും കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ലോകരാജ്യങ്ങൾ 7 വൻകരയിലും 800 കോടി ജനത്തെയും അധികമാനികൾ എല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. ഇതുപോലെ സകല രീതിയും അനുകരിക്കണമേ. ഡാമുകളെ കർത്താവ് കേരളത്തിൽ 39 ഡാമുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിന്റെ സുരക്ഷിതത്വം ദൈവത്തിന്റെ കരങ്ങളിൽ. കർത്താവ് വെള്ളത്തെ കെട്ടിനിന്ന ഡാമുകളുടെ എല്ലാം സുരക്ഷിതത്വം അവിടുത്തെ കരങ്ങളിലാണ്. ആർക്കും ഒരു ദോഷം വരാതെ, ഒരു ഡാമുകൾക്ക് ഒരു ദോഷം വരാതെ ദൈവം സൂക്ഷിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നില്ല. തുറന്നുവിടെ 10 അനൗൺസ്മെന്റ് ചെയ്ത് 3 ഡാമുകൾ വെള്ളം പുറത്തു വരുമ്പോൾ അതിന്റെ ഇരുകരകളും താമസിക്കുന്ന സകല ജനത്തെയും ദൈവം സൂക്ഷിക്കണമേ. ഡാമുകളിലെല്ലാം സൂക്ഷിച്ച ദൈവിക ദൂതന്മാർ കർത്താവ് എല്ലായിടത്തും കാവലായി ഉള്ളതിനായി, ദൈവ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം എടുക്കണം യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.